കിടക്കണ കിടപ്പ് കണ്ടില്ലേ? വെട്ടിയിട്ട വാഴത്തട പോലെ. എങ്ങനെ ഓടിച്ചാടി നടന്ന ഞാനായിരുന്നു. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരാണെന്ന്. ഞാൻ വേറെ ആരുമല്ല. ഞാനൊരു പാവം ഗോസ്റ്റാ. ഈ വാഴത്തട പോലെ കിടക്കുന്നില്ലേ? ആ കിടക്കണത് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയാ. ഇപ്പൊ എന്റെ ശരീരം കോമയിലുമായി. ഞാനാണെങ്കിൽ ആ ശരീരത്തിന് പുറത്തുമായി. ഇപ്പൊ ഒരു ശരീരമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പാവം പ്രേതമാണ് ഞാൻ. ഇതെന്റെ കഥയാ, എന്റെ മാത്രം കഥ. ദേ, എന്റെ അമ്മ വരുന്നുണ്ട്. പാവം എന്റെ കുഞ്ഞ് എങ്ങനെ ഓടിച്ചാടി നടന്നതാ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഈ അമ്മ ഇതെങ്ങനെ സഹിക്കും മോളെ? മോളുടെ സൗണ്ട് കേൾക്കാൻ കൊതിയായിട്ട് വയ്യ ഈ അമ്മയ്ക്ക്. എല്ലാ ദിവസവും ഇവിടെ വരും, ഓരോന്നും പറഞ്ഞ് കരയും. എനിക്കത് കാണുമ്പോ വല്ലാത്ത വിഷമം വരും. അവർക്കറിയില്ലല്ലോ ഞാൻ ഇവിടെ നിന്ന് എല്ലാം കാണുന്നുണ്ടെന്ന്. എന്റെ സാവിത്രി, നീ പിന്നെയും തുടങ്ങിയോ? നീ എന്തിനാ ഡെയിലി ഇവിടെ വന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മോള് കണ്ണു തുറക്കും. നീ ഇങ്ങനെ വിഷമിക്കാതെ നമ്മുടെ മോൾക്ക് നീ കുറച്ച് സമാധാനം കൊടുക്ക്. ഇതാണ് എന്റെ അച്ഛൻ. ഒത്തിരി സങ്കടം ഉണ്ടെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി പാവം മറ്റുള്ളവരെ സമാധാനിപ്പിക്കും. അതാണ് എന്റെ അച്ഛൻ. അമ്മേ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? എനിക്ക് കറക്റ്റ് ഫിറ്റ് അല്ലേ? ഇത് നിന്റെ ചേച്ചിയുടെ ഡ്രസ് അല്ലേ മോളെ? നീ എന്തിനാ ആവശ്യമില്ലാതെ അവളുടെ ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നേ? ദേ, ഈ വരുന്നതാണ് എന്റെ അനിയത്തി. എനിക്ക് മേടിക്കുന്ന സകല സാധനങ്ങൾ അടിച്ചു മാറ്റലാണ് ഇവളുടെ പണി. ദേ, അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ? ഞാൻ മേടിച്ച എന്റെ പുതിയ ഡ്രസ്സ് ഞാൻ പോലും ഇട്ടിട്ടില്ല ഇതുവരെ. ഓ, ചേച്ചി ഇനിയിപ്പോ ഇതൊക്കെ ഉപയോഗിക്കാൻ പോവല്ലേ? ചേച്ചി ഇനി എന്നത്തെ കാലത്ത് കണ്ണു തുറക്കാനാ? ഇനി ഇതൊക്കെ എനിക്ക് സ്വന്തം. ചേച്ചിയുടെ എല്ലാ സാധനങ്ങളും എനിക്ക് സ്വന്തം. തിണ്ടി, പറയണ കേട്ടില്ല ഒരു മനസാക്ഷി ഇല്ലാതെ. ഞാനൊന്ന് എണീറ്റോട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരണുണ്ട്. അമ്മേ, ചേച്ചിയുടെ ഫോൺ എവിടെ ഇരിക്കുന്നേ? അപ്പുറത്ത് ആ മേശപ്പുറത്തുണ്ട്. ഇവളെന്തിനാ ഇപ്പൊ എന്റെ ഫോൺ ചോദിക്കുന്നേ? ഇനി അതും അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? അവളെ ഇന്ന് ഞാൻ. ചേച്ചിയുടെ ഗൂഗിൾ പേ പാസ്വേഡ് എന്തായിരുന്നു? 1234 അടിച്ചു നോക്കാം. ദേ, അൺലോക്കായി. ഓ, ഇത്ര ഈസി ആയിരുന്നു ചേച്ചിയുടെ ഗൂഗിൾ പേ പാസ്വേഡ്. ബാലൻസ് ചെക്ക് ചെയ്യാം. അയ്യോ, എന്റെ പൈസ. നീ എന്തിനാണ് ഇപ്പൊ എന്റെ ഗൂഗിൾ ബാലൻസ് നോക്കുന്നത്? മര്യാദക്ക് എടുത്തു വെച്ചോ എന്റെ ഫോൺ. അമ്പടി ചേച്ചി, ഇത്ര രൂപ നിന്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ നീ എനിക്ക് ട്രിപ്പ് പോവാൻ കാശ് തരാത്തത്? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. 5000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇടി, ചെറ്റത്തരം കാണിക്കല്ലേ. എന്റെ കാശ് ട്രാൻസ്ഫർ ചെയ്തെടുത്ത നിന്നെ ഞാൻ ശരിയാക്കും. മര്യാദക്ക് എന്റെ ഫോൺ തിരിച്ചു വെക്കടി. നിന്നോട് ആരും എന്റെ കാശ് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറഞ്ഞത്? ഞാനൊന്ന് എണീറ്റോട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരണുണ്ട്. സെറ്റ്. അടുത്ത ആഴ്ച ട്രിപ്പ് പോവാനുള്ള കാശായി. കണ്ടില്ലേ, തുഷ്ട എന്റെ കാശുമായിട്ട് പോയത്. ആന്റി, ആ, കേറി വാ മോളെ. ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓഫീസിൽ പോണ വഴി ആന്റി. കൂടെ ചിഞ്ചുവിനെ ഒന്ന് കണ്ടിട്ട് പോന്ന് കരുതി. മോളകത്തോട്ട് ചെല്ല്. പാവം ചിഞ്ചു, നിന്നെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചിഞ്ചു. എനിക്കതിൽ വളരെയധികം വിഷമമുണ്ട്. ദേ, ഇവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലാ. പണ്ട് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പോകുന്നതും ഓഫീസിൽ പോകുന്നതൊക്കെ. അമ്മേ, ഞാൻ ഇറങ്ങിയേക്കുവാണേ. അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ. ഈ പാലെങ്കിലും കുടിച്ചിട്ട് പോ മോളെ. പാലൊന്നും വേണ്ടമ്മേ, ഇപ്പൊ തന്നെ നേരം വൈകി. എങ്കിൽ നീ ആ ഹെൽമെറ്റ് വെച്ചിട്ട് പോ. ഹെൽമെറ്റ് ഒന്നും വേണ്ടമ്മേ, എല്ലാ ദിവസവും ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ പോകുന്നത്. ഇന്നാണെങ്കിൽ ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. എന്റെ ഹെയർ പോവും. ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞാ തീരെ അനുസരണേ ഇല്ല. ചിഞ്ചു, ദേ ഞാനും ഉണ്ടേ. വാ, വേഗം കേറ. ആന്റി പോയിട്ട് വരാവേ. ശരി മോളെ. ശരി അമ്മേ. ഒരു ദിവസം ഓഫീസിൽ പോണ വഴി എന്റെ സ്കൂട്ടറിന്റെ പിറകിൽ കാർ ഇടിച്ചാ ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അവള് ഹെൽമെറ്റ് വെച്ചോണ്ട് അവള് രക്ഷപ്പെട്ടു. എന്റെ അമ്മ എന്നോട് ആവുന്നത്ര പറഞ്ഞതാ ഹെൽമെറ്റ് വെക്കുന്ന. ഞാൻ കേട്ടില്ല. അവസാനം എന്തായി? ദാണ്ട കിടക്കുന്നു ഇതേപോലെ. പിന്നെ ഞാനിപ്പോ വന്നത് നിന്നോടൊരു സങ്കട വാർത്ത പറയാനാ. എന്താന്നറിയണ്ടേ?
കേട്ടാ നീ താങ്ങൂല്ലോന്നൊന്നും അറിഞ്ഞൂടാ. നിന്റെ കൃഷി രാഹുലില്ലേ, അവന് പെണ്ണ് സെറ്റായി. അയ്യോ, എന്റെ രാഹുലിന് പെണ്ണ് സെറ്റായോ? പെണ്ണാരാണെന്ന് നിനക്കറിയണ്ടേ? ആരാ? നീ വേറൊന്നും വിചാരിക്കരുത്, ഈ ഞാൻ തന്നെ. നീയോ? നീ എങ്ങനെ? ഞാൻ 2 മാസം കിടപ്പിലായപ്പോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? സത്യം പറയാലോ ചിഞ്ചു, എനിക്കും അവനൊരു നോട്ടം ഉണ്ടായിരുന്നു +1 തൊട്ടേ. പിന്നെ നിന്റെ ക്രഷല്ലേ, നീ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ അവനെ നോക്കുന്നേ? ഇപ്പം നിനക്ക് എണീക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് ഈ 2 മാസത്തെ ഗ്യാപ്പില് ഞാൻ അവനെ അങ്ങ് വളച്ച്. എടി വഞ്ചകി, നീ എന്റെ കൂടെ നടന്ന് എന്റെ രാഹുലിനെ വളച്ചെടുത്തല്ലേ. നിന്നെയൊക്കെയാണല്ലോ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടത്. ഞാൻ എന്തിനാ ഇപ്പൊ നിന്നോട് ഇതൊക്കെ പറയുന്നേ? നിനക്കിത് വല്ലതും അറിയാൻ പറ്റുന്നുണ്ടോ? പാവം, നീ എന്തായാലും കിടന്ന കിടപ്പായി പോയില്ലേ, ഇനിയിപ്പൊ ഏത് വർഷം കണ്ണു തുറക്കാനാ? ഹാ, നിന്നോട് വന്നിതൊക്കെ മനസ്സ് തുറക്കുമ്പോ എനിക്കൊരാശ്വാസം. എന്തായാലും നിന്റെ അനുഗ്രഹം കൂടെ വേണം കേട്ടോ, ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചിഞ്ചു, ഇടയ്ക്ക് വരാട്ടോ. അവളും എന്നെ ചതിച്ചു, കണ്ടില്ലേ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ്. കണ്ടില്ലേ, ഈ ലോകത്ത് ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പാടില്ല, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. കണ്ടില്ലേ ഓരോന്നിന്റെ റിയൽ ഫേസ്. പാവം, എന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ ഞാൻ ഇങ്ങനെ ആയതിൽ സങ്കടമുള്ളൂ. പാവം ഞാൻ, എന്നെ പോലെ എത്ര ഗോസ്റ്റ് കാണുമായിരിക്കും അല്ലേ, എല്ലാം കണ്ടും നിസ്സഹായരായി.